തിങ്കൽ കിടാവോ നല്ല കോമള താമര പൂവിൽ നിറഞ്ഞ മധുവോ പരി പൂർണേന്ദു തന്റെ നീലാവോ. ഈ പാട്ട് 13 മിനിറ്റ് പാടത്തക്കവണ്ണം ഉള്ള ലിറിക്സ് ഉണ്ട് ഇതിന്. പക്ഷെ വളരെ കുറച്ച് ലിറിക്സേ എടുത്ത് നമ്മൾ പാടി വരാറുള്ളൂ. ഇതിൻ്റെ ഒരു സവിശേഷത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കഥയൊക്കെ അറിയാമല്ലോ. സ്വാതിരനാൾ കുഞ്ഞായിരിക്കുമ്പോൾ സ്വാതിരനാളിനെ പാടി ഉറക്കാൻ വേണ്ടി ഇരയിമൻ തമ്പി ഉണ്ടാക്കിയ ഒരു വിശ്വപ്രസിദ്ധമായ ലല്ലബിയാണ് ഇത്. ഫോക്ക് സ്ട്രോങ് വീസ് എന്നും പറഞ്ഞൊരു സായിപ്പ് മ്യൂസിക് ഓഫ് ഹിന്ദുസ്ഥാൻ എന്ന് പറഞ്ഞൊരു പുസ്തകം അദ്ദേഹം എഴുതിയപ്പോൾ അതിൽ ഈ ഓമനത്തിങ്കൾ കിടാവോയെ പറ്റിയും അതിൻ്റെ ലിറിക്സ് മുഴുവൻ കൊടുത്തിട്ട് അതിൻ്റെ അർത്ഥവും മുഴുവൻ കൊടുത്ത് ആ പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ടീച്ചറുടെ ശിഷ്യഗണങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്രശസ്തയായ KS ചിത്ര, അങ്ങനെ ഒരു ഭാഗ്യം കിട്ടി. എൻ്റെ ഭാഗ്യമല്ലേ. ഒരുപാട് പേര് പ്രശസ്തരായിട്ടുള്ളവർ, ഇപ്പം ചിത്രയെ പോലെ അരുന്ധതിയുണ്ട്, രഞ്ജിനി വർമ്മയുണ്ട്, പിന്നെ എത്ര പേര്, മഞ്ജരിയെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഇപ്പം പുതിയ തലമുറയിൽ ഏതെങ്കിലും കുട്ടിയെ, ചിത്രയെ പോലെ ഒരു കുട്ടിയെ ടീച്ചറിനെ കാണാൻ കഴിഞ്ഞോ എവിടെങ്കിലും? തീർച്ചയായിട്ടും ഉണ്ട്. അത് പേരെടുത്ത് പറയുകയാണെങ്കിൽ ബാക്കിയുള്ള കുട്ടികൾക്ക് അതൊരു വിഷമമാകും. അതുകൊണ്ട് ഞാൻ പറയുന്നില്ലെന്നേ ഉള്ളൂ. ചിത്രയെ പോലെ വരാവുന്ന ചില കുട്ടികളെ ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. അവർക്ക് വേണ്ട അത് അവർക്ക് വേണ്ട വേദി ഒരുക്കാനും ഞാൻ ശ്രമിക്കാറുണ്ട്. ഈ ചിത്രയിൽ എന്ത് പ്രത്യേകതകളാണ് ടീച്ചർ അന്ന് കണ്ടത്? ചിത്രയിലെ പെർഫെക്ഷൻ 100% പെർഫെക്ഷൻ. അതായത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ഏതെങ്കിലും ഒരു കീർത്തനം പഠിപ്പിക്കുമ്പോൾ ആ കുട്ടി തനിച്ച് പാടുമ്പോൾ ഒരു നമുക്കൊന്നും കേട്ടാൽ മനസ്സിലാകത്തില്ല. അത്രയ്ക്ക് പോലും ശ്രുതി സ്വല്പം ഒന്ന് വ്യത്യാസം വന്നാൽ ഉടനെ നിർത്തും, ശ്രുതി ചേർന്നില്ല എന്ന് പറയും. അപ്പോൾ അത് ആ പെർഫെക്ഷൻ ആ മനസ്സിലുണ്ട് പഠിക്കുന്ന സമയത്ത് അല്ലേ, അങ്ങനെ ആ പെർഫെക്ഷൻ മനസ്സിലുള്ളതുകൊണ്ട് ആ പെർഫെക്ഷൻ ആദ്യകാലം മുതൽ ഇന്ന് വരെയും കീപ്പപ്പ് ചെയ്യുന്നൊരു ഗായികയാണ്. ഇങ്ങനെ ഇത്രയും ആവുമെന്ന് ടീച്ചറും പ്രതീക്ഷിച്ചിരുന്നു. തീർച്ചയായിട്ടും പ്രതീക്ഷിച്ചിരുന്നു. അത് ഒരു കാലത്ത് സുജാത, ചിത്രയ്ക്ക് മുൻപേ സുജാത കുട്ടിക്കാലത്ത് വളരെ പേരെടുത്തിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് എന്നെ ഓമന ചേച്ചി എന്നാണ് വിളിക്കാറുള്ള ചിത്ര. ഓമന ചേച്ചി അതുപോലൊക്കെ എനിക്ക് ആകാം. ഞാൻ പറഞ്ഞ അതിനേക്കാളും ചിലപ്പോൾ ആയെന്നിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓമനക്കുട്ടി ഡോക്ടർ ഓമനക്കുട്ടി ആകുന്നു അല്ലേ, ഡോക്ടറേറ്റ് എടുക്കുന്നു. ഈ ഡോക്ടറേറ്റ് എടുക്കുന്നതിലൊന്നും വലിയൊരു വലിപ്പം ഞാൻ കാണുന്നില്ല. നന്നായിട്ട് പാടുക എന്നുള്ളതാണ് ഏറ്റവും വലിയ വലിപ്പം. എല്ലാവർക്കും എടുക്കാവുന്നതേ ഉള്ളൂ. അതൊരു എന്താ പറയുന്ന ഒരു ജോലിയുടെ ഇതാണ്, മാനുവലായിട്ടുള്ള ഒരു ജോലി ആണ്. കണ്ടെടുക്കുക, റീസെർച്ച് എന്നല്ലേ പറയുന്നത്. നേരത്തെ ഉള്ളത് തന്നെ നമ്മൾ കണ്ടെടുക്കുക, അതിന് ശ്രമമാണ്. പക്ഷേ മ്യൂസിക് എന്ന് പറഞ്ഞാൽ, പാടുക എന്ന് പറഞ്ഞാൽ അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഞാനും ഉള്ളവർക്കേ പാടാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഡോക്ടറേറ്റിനേക്കാളും ഞാൻ വില മതിക്കുന്നത് നല്ലവണ്ണം പാടുന്നവരാ. ചെമ്മൻകുടി സാറ് അതെ D.Litt വരെ അദ്ദേഹത്തിന് കിട്ടി. ടീച്ചർ ഡോക്ടറേറ്റ് എടുക്കാനായിട്ട് തിരഞ്ഞെടുത്തത് കർണാടക സംഗീതത്തിലോട്ടല്ല, കഥകളി സംഗീതം. അതെന്താണ് അതിനുള്ള ഒരു താല്പര്യം കിട്ടിയത്? കഥകളി സംഗീതം അതിന് കാരണം സത്യം പറഞ്ഞാൽ VS ശർമ്മ സാറായിരുന്നു എൻ്റെ ഗൈഡ്. സാറ് പറഞ്ഞു ഇതെടുത്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ സാറിൻ്റെ കീഴിലാണ് ഞാൻ ചെയ്തത്. അതിലാണ് എനിക്ക് PhD കിട്ടിയത്. അപ്പോൾ സാറ് പറഞ്ഞതുകൊണ്ട് ഞാൻ എടുത്തു. പിന്നെ അത് തന്നെയല്ല, എനിക്ക് കഥകളി പാട്ടുകളിലൊക്കെ കുറച്ച് സ്കോളർഷിപ്പൊക്കെ കിട്ടിയിരുന്നു പണ്ട് സംഗീത നാടക അക്കാദമിയുടെ. അപ്പോൾ അതിലെനിക്കും ഒരു ഇഷ്ടമുണ്ടായിരുന്നു, അങ്ങനെ എടുത്തതാണ്. അതിൽ പിന്നെ ടീച്ചർ ഇപ്പോൾ ഗവേഷണം നടത്തിയാണല്ലോ, അപ്പോൾ അതിൽ ടീച്ചർ കണ്ടെത്തിയ ഗുണഗണങ്ങൾ എന്തൊക്കെയായിരുന്നു? ഗുണഗണങ്ങളെന്ന് പറഞ്ഞാൽ അത് മൂഡ് മ്യൂസിക്കാണ്, വളരെ ഭാവസംഗീതം തന്നെയാണ്. അതായത് എക്സ്പ്രസീവാണ് വളരെ.
ഈ കർണാറ്റിക് മ്യൂസിക്കിനേക്കാളും നമുക്ക് എക്സ്പ്രഷൻ കൊടുക്കാൻ പറ്റും അതിൽ. കാരണം നടൻ്റെ ഈ പാട്ടനുസരിച്ചാണ് നടൻ്റെ ഭാവങ്ങൾ ചലിക്കാനുള്ളത്. അതെ, ഫുട് വർക്ക് ആണെങ്കിലും മുഖത്തുള്ള ഭാവങ്ങളാണെങ്കിലും, അപ്പോൾ ആ ഭാവത്തിനനുസൃതമായിട്ട് ഗായകൻ പാടിയേ പറ്റൂ. അപ്പോൾ എന്താണ്, വളരെ മ്യൂസിക് വളരെ എക്സ്പ്രസീവ് അല്ലേ. അതാണ് അതിനുള്ള ഏറ്റവും വലിയ മേന്മ. സിനിമാ രംഗത്തേക്ക് ടീച്ചറിന്റെ വരവ് വളരെ കുറവായിരുന്നു. അത് കാരണമുണ്ട്. എൻ്റെ അച്ഛന് ഞാൻ ക്ലാസിക്കൽ പാടുന്നതായിരുന്നു ഇഷ്ടം. അപ്പം ദേവരാജൻ മാസ്റ്റർ ഒരിക്കൽ എന്നെ വന്ന് വിളിച്ചതാണ്, പാടിച്ചതാണ്. പക്ഷെ അച്ഛൻ വിട്ടില്ല. അച്ഛന് അതിൽ വലിയ താല്പര്യമില്ലായിരുന്നു. രാജേഷൻ ചേട്ടൻ എന്ത് പറഞ്ഞു? ചേട്ടനൊന്ന് പയ്യനല്ലേ, അതുകൊണ്ടൊന്നും അല്ല. രാജേഷൻ ചേട്ടൻ പിൽക്കാലത്ത് വലിയ സംഗീത പിൽക്കാലത്താ ചേട്ടൻ എന്നെ പാടിച്ചിട്ടുണ്ട്, ചിലതിലൊക്കെ പാടിച്ചിട്ടുണ്ട്. ഐത്തത്തിലും ഒക്കെ, ഐത്തത്തിലും ദേവാസുരത്തിലൊരു ഒരു ചെറിയ സരസി ജനാഭ സോദരി ആ കീർത്തനം എന്നെ കൊണ്ട് പാടിച്ചിട്ടുണ്ട്. ചേട്ടൻ്റെ സ്വാധീനമൊക്കെ എങ്ങനെയായിരുന്നു? തീർച്ചയായിട്ടും ചേട്ടൻ ഒരു ചേട്ടൻ തന്നെയായിരുന്നു. അത് ഞങ്ങളുടെ ജീവിതത്തിലെ, ഞങ്ങളുടെ കുടുംബത്തിൻ്റെ നഷ്ടമാണ് ചേട്ടൻ. തീർച്ചയായിട്ടും കുടുംബത്തിൻ്റെ അല്ല, ഈ ലോകത്തെ നമ്മളെ കേരളത്തിൻ്റെ വളരെ സ്നേഹമുള്ള ആളായിരുന്നു. വളരെ മനസ്സ് വളരെ എന്താണ് ശുദ്ധമായ മനസ്സായിരുന്നു. ടീച്ചറിൻ്റെ ഏറ്റവും വലിയ സ്വപ്നമാണോ സംഗീത ഭാരതി? അതെ, സംഗീത ഭാരതിയുടെ ഒരു ഭാഗമല്ലേ ഇത്. സംഗീത ഭാരതി തൈക്കാട്ട് ഉണ്ട്. അത് ഇപ്പം അതിൻ്റെ സ്വന്തമായിട്ടുള്ള കെട്ടിടം ഇവിടെയാണ് വന്നത്. എങ്ങനെയായിരുന്നു അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളൊക്കെ? എന്താ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഒരുപാടുണ്ട്. യങ്സ്റ്റേഴ്സിനെ ഉയർത്തുക എന്നുള്ളതാണ്. പിന്നെ പുതിയ പ്രതിഭകളെ കണ്ടെത്തുക, പിന്നെ പ്രോജക്റ്റുകൾ ചെയ്യുക. ഞങ്ങൾ ഒരുപാട് പ്രോജക്റ്റ് ചെയ്യാറുണ്ട്. കവിതകളുടെ പ്രോജക്റ്റ്, ഗോവിന്ദമാരാരുടെ പ്രോജക്റ്റ്, അങ്ങനെ ഒരു 5-6 പ്രോജക്റ്റ് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഉദ്ദേശലക്ഷ്യം. പിന്നെ മലയാള ഗാനങ്ങൾ മുന്നിലേക്ക് കൊണ്ടുവരിക, അത് പ്രചാരത്തിൽ വരുത്തുക. കാരണം സൗത്ത് ഇന്ത്യയിൽ എല്ലാം തമിഴ് പാട്ടുകളും തെലുങ്ക് പാട്ടുകളും അല്ലേ. അപ്പോൾ മലയാളം പാട്ടുകളൊന്നും വന്നിട്ടില്ല. അത് വരുത്തുക എന്നുള്ളത് ഞങ്ങളുടെ ഒരു വലിയ റിസർച്ച് ചെയ്യുന്നവരൊക്കെ ഇവിടെ വരുന്നുണ്ടോ? റിസർച്ച് അവിടെ സംഗീത ഭാരതി MG യൂണിവേഴ്സിറ്റിയുടെ ഡയറക്ടർ സെൻറ്ററാണ്. 12 പേര് PhD ചെയ്യുന്നുണ്ട് അവിടെ. ഇവിടെ എല്ലാം മറ്റേ തൈക്കാട്ടുള്ള സ്ഥലത്ത്. അവിടെയാണ് ലൈബ്രറിയൊക്കെ ഉള്ളത്. നല്ലൊരു ലൈബ്രറി ഉണ്ട് ഞങ്ങൾക്ക്. ഇതിപ്പം 2-3 മാസമേ ആയുള്ളൂ ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട്. ഇപ്പോൾ കെട്ടിടം പണി തീർന്നതേ ഉള്ളൂ. ഇത് പിന്നെ ഒരു സുഖമാണ് ഇവിടെ ഇരിക്കുന്നത്. ഈ ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പുതിയ തലമുറയിലെ കുട്ടികളെ കൊണ്ട് ഇവിടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. തീർച്ചയായിട്ടും ത്യാഗരാജ സ്വാമിയെ മറക്കാൻ പറ്റൂ? അയ്യോ, ക്ഷീര ശയന ക്ഷീര സാഗര ശയന നനു ക്ഷീര സാഗര ശയന നനു ക്ഷീര സാഗര ശയന നനു ചിന്തല മേട്ട വാലേ രാമ. MG രാധാകൃഷ്ണൻ എന്ന് പറയുന്ന സംഗീതജ്ഞൻ ലളിതഗാന സംഗീതത്തിൻ്റെ സാമ്രാട്ട് തന്നെയാണ്. അദ്ദേഹമാണ് ലളിതഗാനത്തെ ഇത്രയും പുഷ്ടിപ്പെടുത്തിയത്. ടീച്ചറിൻ്റെ മനസ്സിലേക്ക് രാധാകൃഷ്ണൻ ചേട്ടൻ്റെ ഏത് ലളിതഗാനമാണ് ഓടിയെത്തുക? മയിൽപീലി മുടിച്ചൂടും മുകിൽ വർണ്ണ ഗുരുവായൂർ മതിലകത്തൊളി ചിന്നും മണിവിളക്കേ അവിടുത്തെ
നിന്റെ തിരുമുമ്പിൽ അടിയറ വയ്ക്കാനെന്നും ഒരു തുലാഭാരവുമായി അടിയൻ നിൽപ്പൂ. കനകമല്ലല്ലോ നല്ല കദളീ ഫലമല്ലല്ലോ, കരളിലെ നൊമ്പരത്തിൻ ഭാരമല്ലോ, കരളിലെ നൊമ്പരത്തിൻ ഭാരമല്ലോ.